യെസ് ബാക്ക് ടു ഹോമിനി ഗപ്പീസ്. ഇപ്പോൾ നിരവധി പേരുടെ ഒരു ഡൗട്ടാണ്, ടാങ്കിൽ വെള്ളം മാറുന്നത് എങ്ങനെയാണ്? ഫിഷ് കിടക്കുമ്പോഴത്തേക്ക് മാറുന്നതാണോ നല്ലത്, ഫുള്ള് വെള്ളമായിട്ട് മാറുന്നതാണോ നല്ലത്, അതോ പാതി വെള്ളമായിട്ട് മാറുന്നതാണോ നല്ലതെന്ന് ചോദിക്കുന്നുണ്ട്. തീർച്ചയായിട്ടും പാതി വെള്ളം മാത്രം മാറുന്നതായിരിക്കും നല്ലത്. അപ്പോൾ അതെങ്ങനെയാണ് മാറുന്നതെന്ന് ചോദിക്കുന്നുണ്ട്. അതിനായിട്ട് നമ്മുടെ ഒരു സൈഫൺ പമ്പ് വരുന്നുണ്ട്. ഈ സൈഫൺ പമ്പ് നമ്മൾ തന്നെ ഉണ്ട്. സൈഫൺ പമ്പ് വാങ്ങിച്ചു കഴിഞ്ഞാൽ നമുക്ക് ചെയ്യാവുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ എടുത്ത് നമ്മളിപ്പോൾ വെളിയിലോട്ട് കൊടുത്തേക്കാണ്. എന്നിട്ട് അടിയിൽ നിന്ന് മാത്രം ഞങ്ങൾക്ക് മണലിടുന്നതാണ് ഏറ്റവും നല്ലത്. അപ്പോൾ ഇതിൻ്റെ അകത്ത് വേസ്റ്റ് വരുന്നതുണ്ട്. എന്നിട്ട് സക്ക് ചെയ്തെടുത്ത് കഴിഞ്ഞാൽ കറക്റ്റ് വേസ്റ്റ് മാത്രം നമുക്ക് പോകുന്നതായിട്ട് കണക്കാക്കും. വേണ്ട, വേസ്റ്റ് മാത്രം പോകുന്നു. അപ്പം ഇങ്ങനെ നമുക്ക് അടിയിൽ നിന്ന് മാത്രം വെള്ളം മാറാം. വെള്ളം മാറുമ്പോഴത്തേക്ക് നമുക്ക് ഫുള്ളായിട്ട് മാറാൻ പാടില്ല. ഈ ഒരു കണക്കിന് പാതി, എത്ര ടാങ്കാണോ അതിൻ്റെ പാതി മാത്രം മാറുക, അതാണ് ഏറ്റവും നല്ലത്. പിന്നെ നമ്മൾ ഈ ക്ലീനിങ്ങിൻ്റെ കൂടെ തന്നെ വെള്ളം കൂടെ ഒഴിച്ച് കൊടുത്തു കഴിഞ്ഞാൽ അതായിരിക്കും കുറച്ചും നല്ലത്. പിന്നെ നമ്മൾ എവിടെയെങ്കിലും ചെന്ന് ടാങ്ക് സെറ്റ് ചെയ്യുന്നെങ്കിൽ നമ്മൾ ഈ pH-ഉം TDS-ഉം ഇങ്ങനെയൊക്കെ ഉള്ളതൊക്കെ നമ്മൾ ചെക്ക് ചെയ്യും. കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഫിഷ് അതേ കണക്ക് തന്നെ ആക്റ്റീവായിട്ടിരിക്കണം. അവരെ വെള്ളം എത്രയാണ്, ഏത് TDS-ലാണ് ഏത് pH-ലാണ് കിടക്കുന്നത് നോക്കിയതിന് ശേഷം നമ്മൾ അതിൻ്റേതായ രീതിയിൽ നമ്മൾ സെറ്റ് ചെയ്യും. ഇപ്പോൾ നിങ്ങൾ നോക്കിക്കോളൂ, ഇതിൻ്റെ pH കാണിക്കുന്നത് 6 അല്ലെങ്കിൽ 7 ഈ ഒരു അളവാണ് കാണിക്കുന്നത്. ഇതിപ്പോൾ വെള്ളം മാറ്റാൻ നേരത്ത് നമ്മൾ ഈ ഒരു അളവ് നമ്മളിപ്പോൾ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്, കാൾ ചെയ്ത് വെച്ചിട്ടുണ്ട്. എന്നിട്ട് വെള്ളം നമ്മൾ പാതി മാറ്റിയതിന് ശേഷം വീണ്ടും അടുത്ത ഫില്ലപ്പ് ചെയ്യുമ്പോഴത്തേക്ക് അതേ നമ്പർ തന്നെ ഇവിടെയും അതുപോലെ തന്നെ ഇവിടെയും സെറ്റ് ആയത്. ഇത് TDS മീറ്ററാണ്, ഇത് pH മീറ്ററാണ്. നമ്മളിങ്ങനെയാണ് മാറ്റുന്നത്. അപ്പം നിങ്ങൾക്ക് സിമ്പിളായിട്ട് മാറാൻ പറ്റുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇതൊന്നും ഇല്ലാതെ നിങ്ങൾക്ക് മാറാൻ പറ്റുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ എപ്പോഴും പാതി വെള്ളം മാത്രം മാറുക, ഫില്ലപ്പ് ചെയ്ത് കൊടുക്കുക. ഇത് മാത്രം ചെയ്യുന്നിരിക്കും നല്ലത്. ഫിഷ് എപ്പോഴും ആക്റ്റീവായിരിക്കും, വേറെ വിഷയങ്ങളും കാര്യങ്ങളൊന്നും വരില്ല. പിന്നെ അത്രയും ടാങ്കിന് അഴുക്കും കാര്യങ്ങളൊക്കെ ആണെങ്കിൽ ആദ്യമേ ഈ ഇരിക്കുന്ന രീതിയിൽ തന്നെ വെള്ളം നമ്മൾ അടിവശത്ത് ഇതണക്ക് വൃത്തിയാക്കി കൊടുത്തു കഴിഞ്ഞാൽ, നമ്മളെന്തെങ്കിലും ഐറ്റം വെച്ച് നമ്മൾ വൃത്തിയാക്കി കൊടുത്തു കഴിഞ്ഞാൽ സ്പോഞ്ചോ അല്ലെങ്കിൽ ഈ ടാങ്ക് ക്ലീൻ ചെയ്യുന്ന ഐറ്റം തന്നെ നമുക്ക് വാങ്ങാൻ കിട്ടും. അത് വാങ്ങിച്ച് വൃത്തിയാക്കി കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് അതിൻ്റേതായ ആ ഒരു ക്ലാരിറ്റി ടാങ്കിൻ്റെ ഗ്ലാസ്സിന് എപ്പോഴും കാണും. അത് ഒന്നാമത്തെ കാര്യം. രണ്ടാമത്തേന്ന് വെച്ചാൽ എല്ലാം റെഡിയായതിനു ശേഷം ശകലം കല്ലുപ്പ് ഇട്ട് കൊടുക്കുക. എന്തെങ്കിലും അണുക്കളും കാര്യങ്ങളും ഉണ്ടെങ്കിൽ, നമ്മൾ വഴി എന്തെങ്കിലും അണുക്കളും കാര്യങ്ങളും ഉണ്ടെങ്കിൽ ശകലം ഇട്ട് കൊടുക്കുകയുള്ളൂ, കൂടുതലൊന്നും ഇട്ട് കൊടുത്തുകൂടാ. ശകലം ഇട്ട് കൊടുത്ത് ആയി കഴിഞ്ഞാൽ ഫിഷ് പഴയ കണക്ക് തന്നെ ആക്റ്റീവായിട്ട് വരുന്നതായിരിക്കും. നിങ്ങൾക്കപ്പോൾ സിമ്പിളായിട്ട് ഇങ്ങനെ നിങ്ങൾക്ക് മാറാം. അതല്ല നിങ്ങൾക്കിപ്പം ഫിഷിനെടുത്ത് വെളിയിട്ടിട്ട് ടാങ്ക് മൊത്തത്തിൽ നിങ്ങൾ വൃത്തിയാക്കണമെന്ന് വെച്ചോ. പക്ഷെ അങ്ങനെ വൃത്തിയാക്കി കൂടാ ഒരിക്കലും. അങ്ങനെ വൃത്തിയാക്കാം. നിങ്ങളെ ടാങ്കിൽ എന്തെങ്കിലും ഈ അഴുക്കും കാര്യങ്ങളൊക്കെ വന്ന് അടിഞ്ഞിരിക്കുകയാണ്, അതായത് മൊത്തത്തിൽ ഒരു വലിയൊരു സുഖമില്ല, കാണാനൊരു സുഖമില്ല, അങ്ങനെയൊക്കെ ഉള്ള എന്തെങ്കിലുമൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈ പറയുന്ന കണക്ക് ടാങ്ക് മൊത്തത്തിൽ ഇളക്കി ക്ലീൻ ചെയ്തെടുക്കാവുന്നതാണ്. പിന്നെ നമുക്ക് ഈ ഒരു പ്ലാന്റഡ് ടാങ്ക് നമ്മൾ ചെയ്താലുള്ള ഉപയോഗം എന്ന് വെച്ച് കഴിഞ്ഞാൽ വേസ്റ്റ് വളരെ കുറവായിരിക്കും. പ്ലാന്റഡ് ടാങ്കിൽ പ്ലാന്റഡ് ഫിഷിനെ നമുക്ക് ഇടാക്കുള്ളൂ. അല്ലാതെ നമുക്ക് ഇഷ്ടപ്പെട്ട വലിയൊരു ഫിഷുകളെ ഇടാനോ അങ്ങനെ ഇടാതിരിക്കുന്നതാണ് നല്ലത്. കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ വേസ്റ്റ് കൂടി കഴിഞ്ഞാൽ ഏത് ടാങ്ക് ആയാലും മെയിൻ്റെനൻസ് കാണും. ഇതൊക്കെ മെയിൻ്റെനൻസ് വന്നു കഴിഞ്ഞാൽ വളരെ റേറ്റ് കൂടുതലായിരിക്കും. അപ്പോൾ അതും കൂടെ ഒന്ന് ശ്രദ്ധിക്കണം. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ ഞാൻ ജസ്റ്റ് ഒന്ന് പറയാൻ വേണ്ടിയിട്ടാണ് ഇന്ന് വന്നിരിക്കുന്നത്. അപ്പോൾ ഇതുപോലത്തെ വീഡിയോസും കാര്യങ്ങളൊക്കെ കാണാൻ വേണ്ടി നമ്മളായിട്ട് നമ്മൾ സബ്സ്ക്രൈബ് ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഇതുപോലത്തെ പുതിയ പുതിയ വീഡിയോസൊക്കെ കാണാവുന്നതായിരിക്കും. അപ്പോൾ ഇത്രയും കാര്യങ്ങളുള്ളൂ. താങ്ക് യു.